നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെയിലേക്ക്. നമ്മുടെ വാർത്താ ദിനം നമ്മളിവിടെ തുടങ്ങുകയാണ്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും തിരക്ക് പിടിച്ചൊരു ദിവസമാണല്ലേ ഇന്ന്. നമുക്ക് എത്ര സമയം കിട്ടിയാലും അവസാന നിമിഷത്തെ ചില ഷോപ്പിങ്ങുകളെങ്കിലും ഈ ദിവസത്തേക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനവും കാണില്ല. അതാണ് ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഉത്രാടപ്പാച്ചിലിൻ്റെ വിശേഷങ്ങൾ, മലയാളികൾ ഓണം ഒരുക്കാനുള്ള അവസാന മണിക്കൂറുകളിൽ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് തുടങ്ങിയ എല്ലാ വിശേഷങ്ങളും നോക്കണം. ഒപ്പം ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളും പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഓണത്തിരക്കിൽ അലിഞ്ഞ് മലയാളികൾ. ഇന്ന് ഒന്നാം ഓണം. തിരുവോണത്തിനുള്ള ഒരുക്കങ്ങളുമായി നാടാകെ ഉത്രാടപ്പാച്ചിൽ. രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുന്ന GST നിരക്ക് പരിഷ്കരണത്തിന് അംഗീകാരം. വസ്ത്രങ്ങളും 2 വീലറുകളും അടക്കം 175 ഉൽപ്പന്നങ്ങളുടെ വില കുറയും. പുതിയ നിരക്കുകൾ സെപ്റ്റംബർ 22 മുതൽ. സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന് കനത്ത തിരിച്ചടിയായി ലോട്ടറിയുടെ GST വർധന. തെലങ്കാന BRSൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. നിലപാട് വ്യക്തമാക്കാതെ കെ കവിത. ചന്ദ്രശേഖര റാവുവിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടില്ലെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തോരാമഴയിൽ ഉത്തരേന്ത്യയിൽ തീരാ ദുരിതം. ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കി ഡൽഹിയിലെ വെള്ളക്കെട്ട്. യമുനയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുന്നു. നിയമപരമായി മുന്നോട്ടു പോകാനില്ലെന്നറിയിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ഒരു യുവതി. ഗർഭചിത്രം നടത്തിയ യുവതികളിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കാമെന്ന പ്രതീക്ഷയിൽ അന്വേഷണ സംഘം. അപ്പോൾ നമുക്ക് ആദ്യം വിശദമായി പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് പരിശോധിക്കാം. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ GSTയിലെ ഘടനാമാറ്റം വളരെ പ്രഖ്യാപനം വന്നത് വളരെ ആശ്വാസകരമാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ ആദ്യം പോകാം. GST ഘടനാമാറ്റം പ്രഖ്യാപിച്ചതിൽ ആശ്വസിച്ച് മധ്യവർഗ വിഭാഗം. മിക്ക നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുത്തനെ കുറയുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി ഘടന നിലവിൽ വരും. വസ്ത്രങ്ങൾ, ഹെയർ ഓയിൽ, സിമന്റ്, മോട്ടോർ സൈക്കിൾ, കീടനാശിനി, വളം, നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, ടെലിവിഷൻ തുടങ്ങിയവയുടെ വില കുറയും. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. ഈ ഉത്സവകാലത്ത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. ഈ നിത്യോപയോഗ സാധനങ്ങളിൽ ഏതൊക്കെ വസ്തുക്കൾക്കാണ് ഈ കുത്തനെയുള്ള വിലക്കുറവ് ബാധിക്കുക? ഗുഡ് മോർണിംഗ് ആര്യ. സാധാരണക്കാരൻ്റെ ദൈനംദിന ചെലവുകളിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന സുപ്രധാനമായ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം GST കൗൺസിൽ കൈക്കൊണ്ടത്. സെപ്റ്റംബർ 22 മുതലാണ് പുതിയ GST ഘടന നിലവിൽ വരിക. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് 5, 12, 18, 28 എന്നീ 4 നികുതി സ്ലാബുകളായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 22 മുതൽ 2 നികുതി സ്ലാബുകളാണ് ഉണ്ടാവുക. 5%, 18%. അതോടൊപ്പം തന്നെ 40% ഒരു സ്പെഷ്യൽ സ്ലാബും കഴിഞ്ഞ ദിവസം GST കൗൺസിൽ യോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സ്ലാബുകളിൽ വരുന്ന നിർണായകമായ മാറ്റം സാധാരണക്കാരൻ്റെ ടൂത്ത് പേസ്റ്റ് മുതൽ കാർ വരെയുള്ള ഉൽപ്പന്നങ്ങളിൽ അതിൻ്റെ വില കുറയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ 18% ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളുടെയും നികുതി ഘടന അത് 12%, 12% ഉണ്ടായിരുന്നത് 5%. മാത്രമല്ല പല സേവനങ്ങളുടെയും വസ്തുക്കളുടെയും നികുതി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതുകൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിലേറ്റവും സുപ്രധാനം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലൈഫ് ഇൻഷുറൻസിൻ്റെയും അതോടൊപ്പം തന്നെ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസിൻ്റെയും ഒക്കെ പ്രീമിയം കുറയും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ 33 അവശ്യ സാധനങ്ങളുടെ വിലയും സെപ്റ്റംബർ 22 മുതൽ കുറയും. പ്രത്യേകിച്ച് US ഇത്തരത്തിൽ 50% നികുതി ഇന്ത്യക്ക് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ തീരുമാനം കൂടി വരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഓഗസ്റ്റ് 15 തന്നെ പ്രധാനമന്ത്രി GST ഘടനയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം GST കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും നടന്നത്. ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഈ GST ഘടനാ മാറ്റത്തെ അനുകൂലിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഏറ്റവും പ്രധാനം 5% വരുന്നത് പ്രത്യേകിച്ച് ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ് അടക്കമുള്ളവയാണ്. അതായത്
സാധാരണക്കാരൻ അവൻ്റെ നിത്യജീവിതത്തിൽ ദൈനംദിനം ഉപയോഗിക്കുന്ന ഇത്തരം വസ്തുക്കളുടെ വില വലിയ തോതിൽ കുറയും. അങ്ങനെ മാസത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു നീക്കിയിരിപ്പ് ഒരു സാധാരണക്കാരൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിപണിയിലേക്കുള്ള പൈസയുടെ ഒഴുക്ക് കൂടും എന്നും ഈ കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നു. മാത്രമല്ല GST ഘടനയിൽ 28 നിന്ന് 18% കുറച്ചതിൽ മറ്റ് സാധാരണ, അതായത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി സാധനങ്ങളുണ്ട് എന്നതാണ് പ്രത്യേകത. എയർ കണ്ടീഷനുകൾ, ടെലിവിഷനുകൾ, ഡിഷ് വാഷ് ബാർ ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് വില കുറയും. മാത്രമല്ല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് അടക്കം വലിയ തോതിലുള്ള ഉത്തേജനം നൽകുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 1200 cc വരെയുള്ള കാറുകൾക്ക് നിലവിലെ വിലയിൽ നിന്നും വലിയ മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല 350 cc താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾക്കും ഇത്തരത്തിൽ നികുതി വലിയ തോതിൽ കുറയും. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് പ്രതിസന്ധി ഉയരുന്ന പല ഘടകങ്ങളുമുണ്ട്. അതായത് ലോട്ടറിയുടെ നികുതി ഘടനയിൽ ഇപ്പോഴും ഉയർന്നു തന്നെയാണ്. സാധാരണ ലോട്ടറി വിൽപ്പനക്കാരെ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം നിലവിലെ ലോട്ടറി വിലയിൽ തന്നെ ഈ ഉയർന്ന നികുതി ഈടാക്കാൻ ശ്രമിച്ചാൽ അത് വ്യക്തിഗത ഏജന്റുമാരുടെ കമ്മീഷനിലടക്കം കുറയുന്ന സാഹചര്യമുണ്ടാക്കും. വലിയ തോതിൽ വലിയ ഒരു ശതമാനത്തോളം ആൾക്കാർ ഇത്തരത്തിൽ ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയും നിലനിൽക്കുന്നു. മാത്രമല്ല കേരളം കഴിഞ്ഞ ദിവസം ഈ GST കൗൺസിൽ യോഗത്തിലും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ GST ഘടനയിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനത്തിൽ വലിയ തോതിലുള്ള വരുമാന ഇടിവുണ്ടാക്കും. ഈ വരുമാന ഇടിവ് നികത്തുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണം. അതിന് എന്ത് തരത്തിലുള്ള പാക്കേജുകളാകും ഉണ്ടാകുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വരുമാനം കുറയുമോ എന്ന ആശങ്കയുണ്ട്. എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം GST കൗൺസിൽ കൈക്കൊണ്ട തീരുമാനം രാജ്യത്ത് സുപ്രധാന മാറ്റങ്ങൾക്ക് വഴിവെക്കും. സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിലെ നിത്യ ചെലവുകളിൽ വലിയ മാറ്റം വരും. ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളുടെയും വില കുറയും. അതേസമയം ആഡംബര വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ പാൻ മസാല, സിഗരറ്റ് അടക്കമുള്ള സിൻ ഗുഡ്സ് എന്ന പേരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങൾക്കും വില ഉയർന്നു തന്നെയാകും. എന്തായാലും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സെപ്റ്റംബർ 22 മുതൽ പ്രതീക്ഷിക്കാം. ഇത് വിപണിയിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും, വലിയ ഉത്തേജനം മധ്യവർഗത്തിനിടയിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ തീരുമാനത്തിലൂടെ. ആര്യ. യെസ്, VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാർത്തിക് തുടരുക. നമുക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാക്കുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം. We have corrected inverted duty structure problems. We've resolved classification related issues. And we have ensured that there will be stability and predictability about the GST. Rate rationalization, of course. We've reduced the slabs. There shall be only 2 slabs. And we are addressing also the issues of compensation cess. Ease of living, simplifying registration, return filing and refunds. I'm not getting into greater details. You'll get to know about it. But then these reforms have been carried out with a focus on the common man. Every tax levied on common man's daily use items have gone through a rigorous looking into, and in most cases the rates have come down drastically. എന്തായാലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ പ്രഖ്യാപനമാണ് വന്നത്. എങ്കിൽ പോലും ഈ നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ വരുമാനം വീണ്ടും കുറയുമെന്ന ആശങ്ക ഈ പ്രതിപക്ഷ ധനമന്ത്രിമാർ ഈ യോഗത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ആശങ്ക, ഈ സംസ്ഥാനത്തിനുള്ള വരുമാനം കുറയുമെന്നുള്ള ആശങ്ക ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഇനി നമ്മൾ ഉത്രാടപ്പാച്ചിൽ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. മലയാളിക്ക് തിരുവോണം ആഘോഷിക്കാൻ വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ട ദിവസമാണിന്ന്. ഇന്നൊരു ഓട്ടപ്പാച്ചിലായിരിക്കും അല്ലേ? ഓണക്കോടി പ്രിയപ്പെട്ടവർക്കെല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കി, നാളത്തെ സദ്യവട്ടങ്ങളെല്ലാം ഉണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് നല്ല കാലത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് മലയാളിക്ക് നാളെ തിരുവോണപ്പുലരിയാണ്. ഇന്ന് 1-ാം ഓണം. അപ്പോൾ നമുക്ക് ചില ഓണവിശേഷങ്ങൾ ആദ്യം കാണാം. ഓണക്കളികൾ കൂടി നടക്കുമ്പോഴേ മലയാളികളുടെ ഓണാഘോഷം പൂർണ്ണമാവുകയുള്ളൂ. വടംവലിയും കസേരകളിയും ഒക്കെയാണ് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഓണാഘോഷം എങ്കിൽ കോട്ടയത്തിന് തനതായ ഒരു കളി തന്നെയുണ്ട്. പകിട കളിയാണ് കോട്ടയത്തെ ഗ്രാമ നഗര ഭേദമന്യേ ഓണക്കാലത്തെ പ്രധാന വിനോദം. ഇത്രയും ആവേശം മറ്റേതെങ്കിലും ഒരു കളിക്കളത്തിലുണ്ടോ?
കോട്ടയത്തെ ഈ പകിടക്കളത്തിലെത്തിയാൽ ആദ്യം തോന്നുന്ന സംശയം ഇതാണ്. ഓണക്കളി ഓണത്തല്ലിന് വഴിമാറുമോ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ടാകും. വീറും വാശിയും വാനോളമെത്തും. ഒടുവിൽ അടിയൊന്നുമില്ലാതെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളി അവസാനിക്കും. പകിടകളിയുടെ ഒരു കടന്നുവരവെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങിയത് ഇന്ന് കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല മുഴുവൻ സ്ഥലങ്ങളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് ഈ പകിടകളി ഒരു മത്സരക്രമം എന്നതിൽ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കോട്ടയം കുറിച്ചിയിലെ മോസ്കോ എന്ന ഈ ഗ്രാമം ആഴ്ചകളായി പകിടകളിയുടെ ആവേശത്തിലാണ്. 60ഓളം ടീമുകളാണ് ഇത്തവണ പകിടക്കളത്തിൽ ഏറ്റുമുട്ടിയത്. മോസ്കോയിൽ മാത്രമല്ല, നഗരത്തിൽ തന്നെ നിരവധിയിടങ്ങളിൽ പകിടകളിയുടെ ആരവമാണിപ്പോൾ. എനിക്ക് വ്യക്തിപരമായ ആഗ്രഹമുള്ളൊരു കാര്യം, ഇതിലൊരു കോർഡിനേഷൻ കമ്മിറ്റി, ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് തുടങ്ങിയത് ജില്ലയിലെമ്പാടും ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത്തരം ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇതിനെ ഒരു സംഘടനാ സംവിധാനത്തിൽ ജില്ലയിൽ കൊണ്ടുവന്ന് മറ്റ് ഇതര ജില്ലകളിലേക്കുമൊക്കെ ഈ മത്സരങ്ങൾ നടത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹമുണ്ട്. ജില്ലയ്ക്ക് പുറത്തു നിന്നും ഇപ്പോൾ ടീമുകൾ പകിട കളിക്കാൻ എത്തുന്നുണ്ട്. ആകർഷകമായ ക്യാഷ് പ്രൈസാണ് ഓരോ ടൂർണമെന്റിലും കാത്തിരിക്കുന്നത്. ഏതായാലും തലമുറകളുടെ പാരമ്പര്യം കൊച്ചുകുട്ടികളിലേക്ക് വരെ പകർന്നു നൽകി കോട്ടയം ഈ നാടൻ വിനോദം സംരക്ഷിക്കുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നമ്മൾ ഈ വിവിധ ഓഫീസുകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ പല തരത്തിലുള്ള ഓണാഘോഷങ്ങൾ കണ്ടു. അതിൽ ഇപ്പോൾ ഈ കളക്ട്രേറ്റിലൊക്കെ നടന്ന ഓണാഘോഷങ്ങളിലൊക്കെ കളക്ടർമാരൊക്കെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഇതിനോടകം തന്നെ വൈറലായത് നമ്മൾ കണ്ടു. അത്തരത്തിൽ ഒരു കാഴ്ചയിലേക്കാണ്, ഓണാഘോഷത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ ചുവടുവെച്ച് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത കസവ് സാരി ഉടുത്ത് മുല്ലപ്പൂമാല ചാർത്തി എത്തിയ ഹേമലതയെ ആഹ്ലാദ ആരവങ്ങളോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഹേമലത മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ റിക്വസ്റ്റ് പ്രകാരം ഇങ്ങനൊരു ഡാൻസ് ചെയ്തത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങൾ അല്ലെങ്കിൽ ആവശ്യകത എന്നൊക്കെ പറയുന്നത് പൂക്കളമാണ്, ഓണക്കോടി, പിന്നെ ഓണസദ്യയൊക്കെയാണ് അല്ലേ. ഇതേപോലെ സദ്യവട്ടത്തിൽ ഒഴിവാക്കാനാകാത്ത ഒരു ഐറ്റമാണ് പപ്പടം. ഓണത്തിനായി പപ്പട നിർമ്മാണ യൂണിറ്റുകളെല്ലാം വലിയ തിരക്കിലാണ്. കാഴ്ച കണ്ടിട്ട് വരാം. ഓണമായതോടെ പപ്പടത്തിന് വൻ ഡിമാൻഡാണ്. പപ്പടമുണ്ടെങ്കിലേ ഓണസദ്യ പൂർണ്ണമാകൂ. വിപണിയിൽ പപ്പടത്തിന് ആവശ്യക്കാർ കൂടിയതോടെ നിർമ്മാണ യൂണിറ്റുകളെല്ലാം തിരക്കിലാണ്. പപ്പടം നിർമ്മിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാലം. ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു നമുക്ക് ഇപ്പോൾ സെയിൽ ഓണത്തിൻ്റെ ഒക്കെയാണ് ഒരു സെയിൽ കൂടുന്നൊരു സമയം. അപ്പം ഇപ്പോൾ തിരക്കേടില്ലാതെ സെയിൽ നടക്കുന്നുണ്ട്. നന്നായി സെയിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ നന്നായി ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഓണക്കാലമാണ് സീസൺ. ഉഴുന്ന്, അരിപ്പൊടി, നല്ലെണ്ണ ഇവയൊക്കെയാണ് പപ്പടമുണ്ടാക്കാൻ വേണ്ടത്. മായം കലരാത്ത നിർമ്മാണ വസ്തുക്കൾ കണ്ടെത്തുകയാണ് പ്രധാന പ്രശ്നം. എങ്കിലും ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച വരുത്തില്ലെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. ഈ ഉൽപ്പന്നങ്ങൾക്ക് വില വലിയ തോതിൽ വർദ്ധിച്ചത് തിരിച്ചടിയായി. പ്രതിസന്ധികൾ പലതുണ്ടെങ്കിലും കൂടുതൽ ഉൽപ്പന്നം നിർമ്മിച്ച് ഓണക്കാലത്ത് സജീവമാവുകയാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. നല്ല പപ്പടവും പഴവും ഒക്കെ കൂട്ടിക്കുഴച്ച് നല്ല ഒന്നാന്തരം പായസം കഴിക്കാതെ എന്തോണം അല്ലേ. മലയാളിക്ക് ഓണസദ്യക്ക് ഒരു കൂട്ടം പായസം വേണം. ഓണം മധുരമാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് KTDC. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. വിപണിയിലും തിരക്കേറി. കായംകുളത്തെ KTDC റെസ്റ്റോറന്റ് വിവിധതരം പായസവും തയ്യാറാക്കിയിട്ടുണ്ട്. പായസം മാത്രമല്ല, വിഭവസമൃദ്ധമായ ഓണസദ്യയും ഇവിടെ റെഡിയാണ്. അടപ്രഥമൻ, പാലട, കടലപ്രഥമൻ, ഗോതമ്പ് പ്രഥമൻ, പാൽപായസം എന്നിവയ്ക്ക് പുറമെ നവരസ പായസം, ക്യാരറ്റ് പായസം തുടങ്ങിയ സ്പെഷ്യൽ ഇനങ്ങളുമുണ്ട്. 1/2 ലിറ്റർ, 1 ലിറ്റർ എന്നീ പാക്കറ്റുകളിലാണ് ഇവ ലഭിക്കുക. എല്ലാ വർഷവും നമ്മൾ ഓരോ പുതിയ പായസങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മളുടെ
സ്പെഷ്യൽ പായസമായിട്ട് നമ്മൾ അലോവേര ആൻഡ് ടൊമാറ്റോ എന്നൊരു പായസം, പുതിയൊരു പായസം ഇപ്രാവശ്യം നമ്മൾ ആഹാർ KTDC കായംകുളം ഇറക്കുന്നുണ്ട്. അലോവേരയും ടൊമാറ്റോയും കൂടി ഉപയോഗിച്ചിട്ടുള്ളൊരു പായസമാണ് അത് കൂടാതെ നമ്മുടെ നോർമൽ പായസങ്ങളായ നവരസ പായസം, ക്യാരറ്റ് പായസം, പൈനാപ്പിൾ പായസം, പഴം പായസം, അടപ്രഥമൻ, പാലടപ്രഥമൻ, അങ്ങനെ 10ഓളം പലതരത്തിലുള്ള പായസങ്ങൾ ഈ 4 ദിവസങ്ങളിൽ ഈ സ്റ്റാളിൽ അവൈലബിൾ ആയിരിക്കും. സംസ്ഥാനമൊട്ടാകെ KTDC പായസമേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കായംകുളത്തും പായസമേളയും ഓണസദ്യയും ഒരുക്കിയിട്ടുള്ളത്. കായംകുളത്ത് നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല പായസമേള ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ബിനു അശോക്, CS ഭാഷ എന്നിവർ പങ്കെടുത്തു. പായസങ്ങൾക്കും ഓണസദ്യയ്ക്കും മുൻകൂർ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും KTDC ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കായംകുളം. ഓണം എത്തുമ്പോഴെല്ലാം നാട്ടിലെ ആഘോഷവേദികളിൽ പഴയ ഓണപ്പാട്ടുകളുടെ മധുരം വീണ്ടും ഉയർന്നു കേൾക്കാറുണ്ട് അല്ലേ? ആ സ്വരലഹരികളിലൂടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗായകനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൊട്ടാരക്കര തലച്ചിറ സ്വദേശി അജയ് സൂര്യനാണ് തരംഗിണിയുടെ പഴയകാല ഗാനങ്ങൾ ഹൃദയസ്പർശിയായി ആലപിക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് S. വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓണമായതോടെ ഓണാഘോഷ വേദികളിലെല്ലാം നിറസാന്നിധ്യമാണ് അജയ് സൂര്യൻ. നാട്ടിലെ ചെറിയ പരിപാടികൾ പോലും നാട്ടുകാർ ക്ഷണിക്കും. അതുപോലെ തന്നെ ഈ ഓണപ്പാട്ടുകൾ, തരംഗിണിയുടെ പാട്ടുകളാണ് അധികം പാടുന്നത്. നമുക്ക് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ പിന്നെ ഒരു പാട്ട് ഞങ്ങൾക്കായി പാടാം. വർണ്ണമേഘങ്ങൾ ശ്രീലകമാകും ഉഷസേ പൊന്നുഷസേ, നിന്റെ ഗോപുര ചാർത്തിൽ സൂര്യൻ്റെ സുന്ദര കിരണങ്ങൾ പകർന്നോട്ടെ, സ്വപ്ന തമ്പുരു ശ്രുതികൾ ഞാൻ വിടർത്തട്ടെ വിടർത്തട്ടെ. ശരി, നാട്ടുകാരുടെ വലിയൊരു പിന്തുണയിലാണ് ഗാനങ്ങളൊക്കെ ആലപിക്കുന്നത്. എല്ലാവരും വലിയൊരു സപ്പോർട്ടാണ്. എല്ലാവരും ലൈക്ക്, ഷെയർ എല്ലാം സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഭയങ്കര സപ്പോർട്ടാണ്. ശരി, അപ്പോൾ തരംഗിണിയുടെ മറ്റൊരു ഗാനം കൂടി ഞങ്ങൾ ആലപിക്കാമല്ലോ. കുടമുല്ലക്കാവിലെ മിഴിയഴകേ, മഴവില്ലിൻ ചേലുള്ള മിഴിയഴകേ, കാതില ചാർത്തും കാതഴകേ, കരിവളക്കിലുങ്ങും കൈയഴകേ, പാൽനുരയഴകേ, പൗർണമിയഴകേ, പാർവണത്തിങ്കളിൻ പവനരകേ, തെയ്യാരേ തെയ്യം താരെ തെയ്യാരോ, തെയ്താരോ തെയ്യം താരോ തെയ്താരോ, തെയ്താരോ തെയ്യം താരോ തെയ്യാരോ, തെയ്യാരോ തെയ്യം താരോ തെയ്യാരോ. നന്നായിരിക്കുന്നത്. അജയ് സൂര്യൻ ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, പിന്നെ ഇനിയും പഠിക്കണം, പഠിക്കാനുള്ള ആഗ്രഹമാണ്. നിലവിൽ എന്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ശരി, പെയിന്റിങ്ങും. ഞാൻ നേരത്തെ ഓട്ടോ ഒക്കെ ഓടിക്കുക. ജോലിയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഓട്ടോ ഇല്ല. അജയ് സൂര്യൻ ഈ ഓണനാളിൽ ഒരു പ്രത്യേകത ഉണ്ട്, നബിദിനവും കൂടിയാണ്. അതെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരുവോണത്തിൻ്റെ നബിദിനവും ഒരു പാട്ട്. ശവ്വാൽ പിറ കാണുമ്പോൾ പുണ്യത്തിൻ സക്കാത്തിൻ സരപുണ്യം നേടേണം, പകൽ നേരത്തുമിനീരും കൂട്ടാതെ പരിപൂർണ വ്രതമാസം പുൽകേണം, റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം, റബ്ബിൻ മൊഴിമുത്തിൻ മൊഴികളെ മാനിക്കേണം, പരിശുദ്ധ ഖുർആൻ മൃതശുദ്ധിയോടോദണമെല്ലാരും, ചന്ദ്രചുണ്ടിൻ പൊൻപിറ കണ്ടു റംസാൻ നോമ്പ് മുതൽ, ശവ്വാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഗംഭീരം, അതിഗംഭീരം. ശരിക്കും ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിക്കാതെയാണ് അജയ് സൂര്യൻ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നത്. നാട്ടുകാരുടെ വലിയ പിന്തുണയാണ്. ഇനിയും നിരവധി വേദികൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. S. വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മൾ നേരെ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവേലിക്കൊപ്പം പ്രജകളെ കാണാൻ പ്രജകൾക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്ത, ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ആരാണെന്നല്ലേ? ആ ആളെ കണ്ടപ്പോൾ തന്നെ ജനങ്ങൾക്കെല്ലാം വലിയ കൗതുകമായിരുന്നു. സൈബർ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ മാവേലിയും കാലനും ഒരുമിച്ചെത്തിയത്.
ഓണത്തിരക്കിനിടയിൽ മാവേലിയും കാലനും ഒരുമിച്ചെത്തിയത് കണ്ടുനിന്നവർക്ക് കൗതുകമായി. സൈബർ ട്രാഫിക് ബോധവൽക്കരണവുമായാണ് മാവേലിയും കാലനും കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയത്. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ്, റോട്ടറി കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ബോധവൽക്കരണ സന്ദേശയാത്ര. മാവേലിയും കാലനും ഒപ്പമെത്തി ഓണക്കാലത്ത് ബോധവൽക്കരണം നടത്തി. കാഞ്ഞങ്ങാട് ബീറ്റ കൺട്രോൾ റൂമിലെ ഹോംഗാർഡുകളായ PK ജയൻ മാവേലിയായും KP അരവിന്ദൻ കാലനായും വേഷമിട്ടു. കാലനെ ജീവനെടുക്കുന്ന ആളായും മാവേലിയെ നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിവും ഇല്ലാത്ത രാജാവുമായാണ് പ്രതീകാത്മകമായി അവതരിപ്പിച്ചത്. രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന് മഹാബലിയും, രണ്ട് കാലനും. കാലൻ പ്രതികരിക്കുന്നത് നമ്മുടെ ജീവനെ എടുക്കുന്ന ഒരാളായിട്ടാണ്. അതേസമയം മാവേലി എന്ന് പറയുന്നത് നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിവും ഇല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ടാണ്. അപ്പോൾ കാലൻ ജീവനെടുക്കുന്ന സാഹചര്യങ്ങളിൽ അതിലിടപെട്ട് അവരെ തെറ്റ് ചെയ്ത ആൾക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് അവരെ നിയമം അനുശാസിക്കുന്ന ഒരു പൗരന്മാരായിട്ട് മാറ്റുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ കാലനും ഈ മാവേലിയിലൂടെ ഞങ്ങൾ പ്രതീകാത്മകമായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ കുതിരപ്പുറത്താണ് മാവേലിയും കാലനും ബോധവൽക്കരണവുമായി പ്രജകളെ കാണാനെത്തിയത്. ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലം വാരപ്പെട്ടിയിൽ ഇപ്പോൾ പൂക്കളുടെ വിളവെടുപ്പ് കാലമാണ്. കുടുംബശ്രീ ഇറക്കിയ പൂക്കൃഷിയിൽ 100 മേനി വിളവാണ്. കോതമംഗലത്തെ വിവിധ വാർഡുകളിലായാണ് പൂക്കൃഷി. ഇതിൽ 65 സെന്റിലാണ് കുടുംബശ്രീ ചെണ്ടുമല്ലിത്തൈ നട്ടത്. പരിപാലനവും അംഗങ്ങൾ കൃത്യമായി നടത്തി. നല്ല വിളവും കിട്ടി. പക്ഷേ ഈ പ്രവർത്തനത്തിനൊരു വ്യത്യസ്തതയുണ്ട്. പൂ വിറ്റ് കിട്ടുന്ന വരുമാനം സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുക. വാരപ്പെട്ടിയിൽ നടന്ന പഞ്ചായത്ത് തല വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. കുടുംബശ്രീയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഓണം പ്രമാണിച്ചാണ് ഇതിൻ്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുന്നത്. ഈ വിളവെടുത്ത് നമ്മുടെ പഞ്ചായത്തിൽ ആവശ്യത്തിനുള്ള പൂ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ബാലൻസ് വരുന്ന പൂ വിറ്റ് നമ്മുടെ പാലിയേറ്റീവ് രോഗികൾക്ക് ചികിത്സാ സഹായത്തിന് നൽകുന്നതിനാണ് CDSും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. ഓണത്തിന് ഒരു കൈ സഹായം പാലിയേറ്റീവുകൾക്കും നൽകുക എന്ന CDSൻ്റെ തീരുമാനത്തിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇനിയും നിരവധിയായ കാര്യങ്ങൾ CDS ചെയ്തു വരുന്നുണ്ട്. അതിന് എല്ലാത്തിലുള്ള പിന്തുണയും ഗ്രാമപഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട്. വരും വർഷവും പൂക്കൃഷിക്കൊപ്പം മറ്റ് കൃഷികൾ കൂടി നടത്താനാണ് തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാളികൾക്ക് പൂക്കളമിടാനുള്ള പൂക്കൾ വില കൊടുത്ത അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും അധികം വാങ്ങേണ്ട ആവശ്യകത ഉണ്ടായിട്ടില്ല. തങ്ങളാൽ കഴിയുന്ന ചെറു സ്ഥലമാണെങ്കിലും അവിടെ പോലും പൂക്കൃഷി നടത്തി തങ്ങളുടെ ഗ്രാമങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനുള്ള പൂക്കളൊക്കെ പല ഗ്രാമങ്ങളുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലായിക്കോട്ടെ, പല സംഘടനകളുടെ നേതൃത്വത്തിലായിക്കോട്ടെ, ചെറു കർഷകരുടെ നേതൃത്വത്തിലായിക്കോട്ടെ, അങ്ങനെ നമ്മൾ വിളവെടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഓണക്കാലത്ത് പൂക്കളമിടാൻ പൂക്കൾ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയില്ല തൊടുപുഴ ചാലമുക്ക് നിവാസികൾക്കും. ഇതിനായി ഇവർ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അടുത്തിടെ വരെ മാലിന്യം തള്ളൽ കേന്ദ്രമായിരുന്ന ചാലമുക്ക് കൊടുവേലി പാതയോരത്താണ് ഈ പൂന്തോട്ടം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യുന്നതിനൊപ്പം എപ്പോഴും സജീവമായിരിക്കണം. മിക്ക ദിവസങ്ങളിലും പരസ്പരം കാണണം. ഇതായിരുന്നു ചാലക്കമുക്ക് റെസിഡൻസ് അസോസിയേഷന്റെ തീരുമാനം. ഇതിനായി റോഡരികിലെ പൂന്തോട്ടം എന്ന ആശയം സാധ്യമാക്കുകയായിരുന്നു. പിന്നെ ഒന്നും തന്നെ ആലോചിച്ചില്ല. അസോസിയേഷനായ ഒരുമയിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് റോഡരികിലെ പാഴ്ചെടികളും മാലിന്യവും നീക്കം ചെയ്തു. തുടർന്ന് മാലിന്യം തള്ളാതിരിക്കാനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡും കുപ്പികളും മറ്റും നിക്ഷേപിക്കാനായി വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു. പിന്നീട് സമീപ വീടുകളിൽ നിന്നും സുഹൃത്തുക്കൾ വഴിയും നഴ്സറികളിൽ നിന്ന് വാങ്ങിയുമൊക്കെ സംഘടിപ്പിച്ച പൂച്ചെടികൾ റോഡിനിരുവശവും നട്ടു. ഒരുമയുടെ പ്രവർത്തനം കണ്ട വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറൻട്രിയും ചെടികളും ചെറുവൃക്ഷത്തൈകളും എത്തിച്ചു നൽകി. ഓരോ ഇടത്തെയും വീടുകൾക്ക് സമീപത്തെ ചെടികളുടെ പരിപാലനവും സംരക്ഷണവും ഒക്കെ അതാതിടങ്ങളിലുള്ളവർ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. ബന്ദി, ചെത്തി, മന്ദാരം, ജമന്തി, ചെമ്പരത്തി, കുറ്റുമുല്ല തുടങ്ങി വിവിധയിനം പൂച്ചെടികൾക്കൊപ്പം ചേമ്പ്, ചേന, വാഴ, കപ്പ തുടങ്ങിയ പച്ചക്കറികളും നട്ടു. ദിവസങ്ങൾ പിന്നിട്ടതോടെ പ്രദേശത്താകെ പൂക്കളുടെ വസന്തം. ഞങ്ങൾക്ക് സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഫലവൃക്ഷ തൈകളും മറ്റുമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ വഴിയേരിയിൽ ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവർ
പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ അത് കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ഇപ്പോൾ ഫലങ്ങൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിൽ നിന്നും മറ്റും ലഭിക്കുന്ന പച്ചക്കറി വിത്തുകളും എല്ലാം സൗകര്യപ്രദമായ രീതിയിൽ അസൗകര്യങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ ഇവിടുത്തെ അംഗങ്ങൾ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. യാത്രക്കാർക്ക് റോഡിനിരുവശത്തെയും പൂക്കൾ കാഴ്ചയുടെ വിരുന്നൊരുക്കുകയും ചെയ്തു. ഇതുവഴി സഞ്ചരിക്കുന്നവർ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരും ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനത്തിന് അഭിനന്ദനവുമായി എത്തി. ഒരുമയിലെ അംഗങ്ങളുടെ വീടുകളിലും ഇതുപോലെ പൂന്തോട്ടമുണ്ട്. ഓണം എത്തിയതോടെ വലിയ വില കൊടുത്ത് പൂക്കൾ വാങ്ങേണ്ട സാഹചര്യം ഇനി ഇവർക്കില്ല. ന്യൂസ് 18 ഇടുക്കി. ഓണക്കാലത്തെ നമ്മൾ കോട്ടയത്തുകാരുടെ പകിടകളി കണ്ടു അല്ലേ? അതേപോലെ തന്നെ ഓണക്കാലത്ത് ഇടുക്കിക്കാർക്ക് ഒരു വെറൈറ്റി മത്സരമുണ്ട്. മറ്റൊരു നാട്ടിലും കാണാത്ത ഒരു മത്സരം. ടിംബർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് നടന്ന ഓണാഘോഷ പരിപാടികളിലാണ് ഈ തടിച്ചുമട് ഒരു മത്സര ഇനമാക്കി മാറ്റിയത്. ഇടുക്കിയുടെ കരുത്തന്മാരെ കണ്ടെത്തുവാനുള്ള മത്സരമായിരുന്നു ഇത്. ഒട്ടേറെ ആളുകളാണ് പങ്കെടുത്തത്. ഇതാണ് ഇടുക്കിക്കാരുടെ ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള തടിച്ചുമട് മത്സരം. മത്സരാർത്ഥികൾ വളരെ സിമ്പിളായി തോളത്തെടുത്തു വെച്ച് നടക്കുന്ന ഈ തടിയുടെ ഭാരം 150 കിലോയാണ്. നിശ്ചിത ട്രാക്കിലൂടെ തടിയും ചുമന്ന് കൂടുതൽ നേരം നടക്കുന്ന ആളാണ് മത്സരത്തിൽ വിജയിയാകുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം മത്സരങ്ങളിൽ പങ്കെടുക്കുക, വിജയിക്കുക, ആഘോഷങ്ങളുടെ ഭാഗമാകുക എന്നത് മാത്രം. 9 മണിയോടെ ആദ്യ മത്സര ഇനങ്ങൾ ആരംഭിച്ചു. ഉജ്ജ്വലമായ പോരാട്ടം നമ്മുടെ പിള്ളേരുടെ ഒട്ടേറെ ആളുകൾ പങ്കെടുത്ത തടിച്ചുമട് മത്സരത്തിൽ സിബി വെള്ളിയാമറ്റം വിജയിയായി. 150 കിലോയോളം ഭാരം വരുന്ന തടിക്കഷ്ണം ചുമന്ന് ഏറ്റവും കൂടുതൽ നടന്നാണ് സിബി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 65-കാരൻ ബാബു വാഴവരെയാണ് 2ാം സ്ഥാനക്കാരൻ. നിസാരമെന്ന് കണ്ട് തടി ചുമക്കാൻ എത്തിയ ചിലർക്ക് തുടക്കത്തിൽ തന്നെ അടി പതറുകയും ചെയ്തു. വണ്ണപ്പുറത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് ഓണാഘോഷ മത്സരത്തിന്റെ ഭാഗമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി വടംവലി മത്സരവും തലയിണാടി മത്സരവും നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഇത്തവണ കൂടുതൽ വിപുലമായി ഓണാഘോഷം സംഘടിപ്പിക്കാൻ ആയതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ. സംയുക്ത ട്രേഡ് യൂണിയനായിട്ട് ഇത് 4ാമത്തെ കൊല്ലമാണ്. അതിൽ ഒരു കൊല്ലം മിക്സായി. കഴിഞ്ഞ കൊല്ലം പ്രളയം വയനാട് പരിപാടി കാരണം അത് നമ്മൾ കഴിഞ്ഞ തവണ പിരിച്ച പൈസയൊക്കെ അതിൻ്റെ അകത്തേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ കൊല്ലമാണ് നമ്മൾ വിപുലമായിട്ട് നടത്തുന്നത്. മർച്ചന്റ് അസോസിയേഷനും വ്യാപാരി വ്യവസായിയും ഇവിടെ നാട്ടുകാരും യൂണിയൻകാരും എല്ലാം കൂടി എല്ലാ യൂണിയനും സംയുക്തമായിട്ടാണ് വണ്ണപ്പുറം പഞ്ചായത്തിൽ എന്നും നിലനിൽക്കുന്നത്. അത് INTUC ഉണ്ട്, CIT ഉണ്ട്, ST ഉണ്ട്, AITUC ഉണ്ട്, BMS ഉണ്ട്. എല്ലാ യൂണിയനും ഐക്യകണ്ഠേന ഒന്നായിട്ടാണ് ഇവിടെ പോകുന്നത് എക്കാലവും. എല്ലാ മത്സര ഇനങ്ങൾക്കും 5001 രൂപ മുതൽ 10001 രൂപ വരെയാണ് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനപ്പുറം ഒരു ജനകീയ കൂട്ടായ്മയുടെ കൂടിച്ചേരലിന്റെ കാഴ്ചകളും വണ്ണപ്പുറത്ത് കാണാനായി. ന്യൂസ് 18 ഇടുക്കി. തമിഴ്നാട്ടിൽ വില കൂടുന്നത് കൊണ്ട് മാത്രമല്ല ഓണവിപണിയിൽ ഈ പച്ചക്കറിക്ക് വില കൂടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറി വ്യാപാരികൾ ഇവിടെ ഇരട്ടിയോളം വിലയ്ക്കാണ് വിൽക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വിലയുടെ താരതമ്യം നമുക്കൊന്ന് നോക്കാം. പുനലൂർ തെങ്കാശി ദൂരം 58 കിലോമീറ്റർ. തെങ്കാശിയിൽ ഉരുളക്കിഴങ്ങിന് കിലോയ്ക്ക് 40 രൂപ, പുനലൂരിൽ 60 രൂപ. ചേമ്പിന് അവിടെ 60 രൂപ, ഇവിടെ 90 രൂപ. ചെറിയ ഉള്ളി അവിടെ 38 രൂപ, ഇവിടെ 60 രൂപ. 60 രൂപയുടെ ഇഞ്ചി ഇവിടെ എത്തുമ്പോൾ 140 രൂപയാകും. 40ഓളം പച്ചക്കറികളുടെ വിലവിവര പട്ടിക പരിശോധിച്ചതിൽ എല്ലാറ്റിലും 30 മുതൽ 60% വരെയാണ് വില കൂടുതൽ. ശരാശരി ഒരു വീട്ടിലേക്ക് 300-400 രൂപയുടെ പച്ചക്കറി കണക്കാക്കിയാൽ തെങ്കാശി പാവൂർ സത്രം മാർക്കറ്റിൽ ഇതിന് 175 മുതൽ 225 രൂപയേ ആകൂ. പുനലൂർ തെങ്കാശി പാസഞ്ചർ ട്രെയിനിൽ പോയി വരാൻ 40 രൂപ. സമയമുണ്ടെങ്കിൽ ട്രെയിനിൽ പോയി ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങിയാലും ബാക്കി പണം പോക്കറ്റിലിരിക്കും. പച്ചക്കറി ഇവിടെ എത്തിക്കാൻ വേണ്ട ചിലവ് കൂട്ടുമ്പോൾ ഇത് അധിക വിലയല്ലെന്നാണ് കച്ചവടക്കാരുടെ ന്യായം. 500 മുതൽ 2000 കിലോ വരെ ഒരുമിച്ച് വാങ്ങി നാട്ടിലെത്തിക്കുകയാണ് പതിവ്. ലോറിക്കൂലി നോക്കിയാലും ഈ കൊള്ളവില അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസത്തെ വിലവിവര പട്ടികയാണ് ഇത്.
ഉത്രാട ദിവസം ഈ വില ഇനിയും കൂടും. ഓണവിപണി ലാഭം ലക്ഷ്യമിട്ട് കേരളത്തിൽ നിന്നും പോകുന്ന കച്ചവടക്കാർ തെങ്കാശിയിൽ അവർ ചോദിക്കുന്ന വിലയ്ക്ക് പച്ചക്കറി വാങ്ങും. അവിടെ 5 രൂപ കൂട്ടിയാൽ ഇവിടെ 15 രൂപ കൂട്ടുക എന്നതാണ് കച്ചവടക്കാരുടെ രീതി. ന്യൂസ് 18 പുനലൂർ. ഓണാവധിക്കാലം ആരംഭിച്ചതോടെ തമിഴ്നാടൻ കാഴ്ചകൾ തേടി മലയാളികളുടെ വൻ തിരക്കാണ്. കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരിത്തോപ്പുകൾ. ഇടുക്കിയുടെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ മുന്തിരിപ്പാടവും സന്ദർശിച്ചാണ് മടങ്ങാറുള്ളത്. അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന കൂടല്ലൂരും ചുരുളിപ്പെട്ടിയും KK-പെട്ടിയും തേവർപ്പെട്ടിയും മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പന്തൽ തിരിച്ചു നിർത്തിയിരിക്കുന്ന മുന്തിരിത്തോപ്പുകളുടെ കാഴ്ചയാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന് ഓണ സമ്മാനമായി ദേശീയ അംഗീകാരം. നാഷണൽ മെഡിക്കൽ മിഷൻ അംഗീകാരം ലഭിച്ചതോടെ ഈ വർഷം തന്നെ MBBS ക്ലാസ് തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ജില്ലയുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ സാധ്യമായത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിന് MBBS പ്രവേശനത്തിനായി ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചു. 50 പേർക്കാണ് പ്രവേശനം. ഇതോടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജുകളായി. 2013-ൽ UDF സർക്കാരാണ് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. പിന്നീട് വന്ന LDF സർക്കാർ ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. NMC മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാഡമിക് സൗകര്യങ്ങളും ഒരുക്കിയതിലൂടെയാണ് അംഗീകാരം നേടിയെടുത്തത്. ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് 4 മെഡിക്കൽ കോളേജുകൾക്കാണ് അംഗീകാരം നേടാനായത്. കാസർഗോഡിനൊപ്പം വയനാട് മെഡിക്കൽ കോളേജിനും ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. 2 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം തന്നെ MBBS പഠനം നമുക്ക് ആരംഭിക്കാൻ കഴിയും. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു നേട്ടമാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 4 ജില്ലകളിലാണ് നമുക്ക് പുതുതായിട്ട് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിഞ്ഞത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇപ്പോഴിതാ വയനാടും കാസർഗോഡും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബിയിൽ നിന്ന് 160 കോടി രൂപയുടെ ഭരണാനുമതിയായി. അക്കാദമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ജലവിതരണ സംവിധാനത്തിന് 8 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കും. 29 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. കാസർഗോഡ് ആദ്യത്തെ ന്യൂറോളജി നെഫ്രോളജി OP വിഭാഗം മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭിക്കാതെ കടുത്ത ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിനെയും കണ്ണൂർ മെഡിക്കൽ കോളേജിനെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. ന്യൂസ് 18 കാസർഗോഡ്. ഓണമായതോടുകൂടി നാടെങ്ങും കളറായിട്ടുള്ള ആഘോഷങ്ങളാണ്. സ്കൂൾ മുതൽ പൊതുഗതാഗതം വരെ ഓണാഘോഷങ്ങൾക്ക് വേദിയാവുകയാണ്. ഒരു ദിവസം 5 പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഓണം ആഘോഷിച്ച് വ്യത്യസ്തരായിരിക്കുകയാണ് കൊല്ലം തേവലക്കര KVM സ്കൂളിലെ കുട്ടികൾ. ആഘോഷം സ്കൂളിൽ മാത്രമാക്കി ഒതുക്കിയില്ല ഇവർ. ഒരു ദിവസം 5 പൊതുഗതാഗതങ്ങളിലാണ് തേവലക്കര KVM സ്കൂളിലെ കുട്ടികൾ ആഘോഷം സംഘടിപ്പിച്ചത്. ആദ്യം വേദിയായത് KSRTC ബസ്സായിരുന്നു. സ്കൂളിൽ നിന്നും പാട്ടുപാടിയും ഡാൻസ് ചെയ്തും തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരം എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം ഫ്ലൈറ്റിൽ കയറി ഒരു യാത്ര. എയർപോർട്ട് അധികൃതരും ഒപ്പം കൂടി. ആദ്യമായാണ് പലരും വിമാനത്തിൽ കയറുന്നത്. ആകാശയാത്ര സന്തോഷകരമാക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. കൊച്ചി എയർപോർട്ടിൽ മഹാബലിയുടെ അകമ്പടിയോടുകൂടി യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പലഹാരം നൽകി. അവിടെ നിന്നും നേരെ അടുത്ത ആഘോഷം കൊച്ചി മെട്രോയിൽ. ആലുവയിൽ നിന്നും ഇടപ്പള്ളി വരെയായിരുന്നു യാത്ര. മറൈൻ ഡ്രൈവിലെ ബോട്ടിൽ യാത്ര ചെയ്തും ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ജലയാത്രയും ആഘോഷമാക്കി. തിരികെ ട്രെയിനിൽ സ്കൂളിലേക്ക് മടക്കയാത്ര. അധ്യാപകരും രക്ഷകർതൃ പ്രതിനിധികളും യാത്രയിൽ കുട്ടികൾക്കൊപ്പം കൂടി. കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു ഈ ഒരു ഓണാഘോഷം. കാരണം പലരും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ കയറുന്നത്. അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം നൽകാനും കൂടാതെ ഈ പൊതുഗതാഗതത്തെക്കുറിച്ച് കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കാനും ഈ ആഘോഷം കൊണ്ട് സാധിച്ചു. ആഘോഷം കുട്ടികൾക്ക് മറക്കാനാകാത്ത അനുഭവമായി. ന്യൂസ് 18 കൊല്ലം.
നല്ല അടിപൊളി ഒരു ഓണാഘോഷമായിരുന്നു അല്ലേ? എന്തായാലും ഈ ഐഡിയ മുന്നോട്ട് വെച്ച അധ്യാപകർക്ക് നമ്മൾ ഒരു വലിയ കയ്യടി കൊടുക്കണം. നമുക്ക് മറ്റൊരു റിപ്പോർട്ട് കാണാം. ഓണക്കാലത്ത് നാട്ടിലെത്തിയ മാവേലിക്ക് വരുന്ന വഴിയിൽ ഓണസദ്യ വിളമ്പി യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം. പെരിന്തൽമണ്ണ കട്ടുപ്പാറയിൽ തകർന്ന റോഡ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതിനെതിരെയായിരുന്നു ഓണക്കാലത്ത് യൂത്ത് കോൺഗ്രസ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. കുഴിതു വെച്ച അമ്മാതിരി കുഴിയാണ്. ഇതൊന്നും കുഴിയല്ല, പാതാളത്തിലേക്കുള്ള എളുപ്പ വഴിയെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതുകൊണ്ടാണ് മാവേലിയെ ഓണത്തിന് പാതാളത്തിൽ നിന്ന് വരുന്ന വഴിയിൽ വെച്ച് തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുപ്പിച്ചതത്രേ. റോട്ടിലെ ഗട്ടറിലിരുന്ന് സദ്യ ഉണ്ടുകൊണ്ടായിരുന്നു മാവേലി പ്രതിഷേധത്തിന്റെ ഭാഗമായത്. എൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ, എല്ലാ വർഷവും പാതാളത്തിന് പുറപ്പെടുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഇത് ഞാൻ ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഏതോ ഒരു JCBയുടെ തലയിൽ കുടുങ്ങിയപ്പോൾ ഞാനിങ്ങ് കയറിപ്പോന്നതാണ്. റോഡ് പണിയുടെ പേരിൽ എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. എല്ലാ റോഡുകളും പാതാളം വരെ താഴ്ന്നിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ ഈ മഹാബലി തമ്പുരാൻ കേരളത്തേക്കില്ല. ഞാനിനി കേരളത്തേക്ക് വരില്ല. എനിക്ക് മടുത്തു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാത 39-ൽ പുലാമന്തോൾ കട്ടുപ്പാറ മുതൽ ചെറുകര വരെ 3 കിലോമീറ്ററോളം ദൂരം റോഡ് തകർന്ന് തരിപ്പണമായ നിലയിലാണ്. റോഡിലെ വൻ ഗർത്തങ്ങൾ പാറപ്പൊടി കൊണ്ട് അടച്ച് പ്രതിഷേധക്കാരെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസുകാർ വേറിട്ട പ്രതിഷേധം നടത്തിയത്. കേരളക്കരയുടെ ആഘോഷമായ ഓണം നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവേലി ഇറങ്ങിക്കൊണ്ട് മാവേലിക്ക് ഇത്തവണ പാതാളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മാവേലി ഇത്തവണ ഈ റോട്ടിലിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ട ഗതികേടിലേക്ക് കേരളം മാറി എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക്, അധികാരികളുടെ ഇടയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്നത്. ഇതിന് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. 2019-ലാണ് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയുടെ നവീകരണം പ്രഖ്യാപിച്ചത്. 6 കൊല്ലം കഴിഞ്ഞിട്ടും പദ്ധതി നിശ്ചയിച്ച രൂപത്തിൽ എങ്ങുമെത്താത്ത സാഹചര്യമാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് റോഡിൽ ചെറിയ അറ്റകുറ്റപ്പണികളെങ്കിലും നടന്നത്. അപ്പോഴും കട്ടുപ്പാറ മുതൽ 3 കിലോമീറ്ററോളം ദൂരം റോഡ് പറ്റെ തകർന്ന നിലയിലാണ്. പ്രതിഷേധങ്ങൾ തുടർക്കഥയായതോടെ മഴ മാറിയാലുടൻ റീടാറിംഗ് നടത്താമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. ന്യൂസ് 18 മലപ്പുറം. പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്നു. ഓർക്കാൻ ഒരോണം എന്ന പേരിലാണ് UDF ഭരണസമിതി വളക്കുഴിയിലെ കേന്ദ്രത്തിൽ ഓണ ആഘോഷം സംഘടിപ്പിച്ചത്. എന്നാൽ പ്രതിപക്ഷമായ LDF ഇതിൽ പ്രതിഷേധിച്ച് മാർച്ചും ധർണയും നടത്തി. ഇന്നലെ രാവിലെയാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷം വളക്കുഴിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചത്. വിഷയത്തിൽ LDF പ്രവർത്തകർ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ധർണ CPM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഓണാഘോഷം നടത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആരോപിച്ചായിരുന്നു LDF പ്രതിഷേധം. മാലിന്യങ്ങൾ നെറ്റ് ഉപയോഗിച്ച് മൂടിയ ശേഷം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയർമാന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും LDF ആരോപിച്ചു. 2 ദിവസക്കാലം ദ്രുതഗതിയിലുള്ള JCB ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കാണ് ഇവിടെ നടന്നത്. നിങ്ങൾക്ക് ഇതിന്റെ പരിസരവാസികൾക്ക് ഉൾപ്പെടെ അറിയാം. ഇതിന്റെ അകത്ത് ബയോമാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് കൂടിനകത്തുള്ള ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ളത് കുന്നുകൂമ്പാരമായി കിടക്കുന്നെന്ന കാഴ്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇന്ന് അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് JCB ഉപയോഗിച്ച ഒരു പ്രദേശത്തേക്ക് വലിച്ചിട്ട് പച്ച നെറ്റിട്ട് മൂടിയിരിക്കുകയാണ്. എന്നാൽ പ്രതിഷേധത്തെ അവഗണിച്ച് വർണ്ണാഭമായിട്ടായിരുന്നു UDF ഭരണസമിതി ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ LDFനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും നഗരസഭാ ചെയർമാൻ ഉന്നയിച്ചു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് LDF നടത്തിയ അപവാദ പ്രചരണങ്ങൾ സത്യമല്ല എന്നതിന്റെ തെളിവാണ് പരിപാടിക്കുള്ള വൻ ജനപങ്കാളിത്തമെന്ന് ചെയർമാൻ അവകാശപ്പെട്ടു. ഓണം എന്ന് പറയുന്നത് കോൺഗ്രസുകാരുടെ മാത്രമല്ല, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരുടെ BJPക്കാരുടെ മാത്രമല്ല, കേരളീയ പൊതുസമൂഹത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണം നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട്. ഇങ്ങനെ അവര് കാണിച്ചതുമാതിരി വിഘടിച്ചു നിൽക്കാനല്ല ഓണത്തിന്റെ സന്ദേശം. മാലോകനെ ചേർത്ത് പിടിക്കാനും രാജ്യത്ത് സമാധാനമുണ്ടാക്കാനും ശാന്തിയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയുമാണ് ആഘോഷമാണ് ഓണം. അല്ലാതെ മുദ്രാവാക്യം വിളിക്കാൻ എന്ത് നാണം വേണം. ഇല്ലാത്തവന്റെ വേണ്ടാത്ത താനുകൾ എടുത്താൽ അതൊരു തണലാണെന്നാണ് പലരും പറയാറുള്ളത്.
LDFന്റെ ഒരു കൗൺസിലർ ഒഴികെ ബാക്കി എല്ലാവരും ഓണാഘോഷത്തിൽ നിന്ന് വിട്ടുനിന്നു. ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ആഘോഷത്തിൽ പങ്കെടുത്തു. അതേസമയം LDF ജീവനക്കാർ മറ്റൊരു സ്ഥലത്താണ് ഓണാഘോഷവും ഓണസദ്യയും ഒരുക്കിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. ഓണായിട്ട് പ്രേക്ഷകർക്ക് ഒരു പാട്ട് സദ്യയായിട്ടാണ് വന്നിട്ടുള്ളത്. വിനയമാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട രാജേഷിയുടെ അമ്മയ്ക്കാണ്. പെണ്ണ് കാണാൻ ചെല്ലുമ്പോ പയ്യൻ പെണ്ണിന്റെ അടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചിട്ടുണ്ടാവോ? ശരവണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടയാ കൊണ്ടാടയാ കൊണ്ടാട്ടം. ഇപ്പോൾ വരുന്നൊരു ദുഃഖകരമായ വാർത്തയിലേക്കാണ്. കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിൽ 3 മരണം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തേവലക്കര സ്വദേശികളാണ് മരിച്ചത്. ജീപ്പും KSRTC ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, ഈ ഓണനാളിൽ അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണല്ലോ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇന്ന് ഉത്രാട ദിനമാണ്. വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഇന്ന് പുലർച്ചെ ഒരു 6:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. കൊല്ലം വലിയ കുളങ്ങരയിലായിരുന്നു. KSRTC ബസ്സും ജീപ്പും കൂട്ടിയിടിക്കുകയായിരുന്നു. താർ ജീപ്പാണ്. ജീപ്പിലുണ്ടായിരുന്ന കുടുംബം സഞ്ചരിച്ച കുടുംബത്തിലെ 3 പേരാണ് മരിച്ചതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. ഇതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 2 കുട്ടികളും ഒരു പുരുഷനുമാണ് മരിച്ചത്. കൂടുതൽ വ്യക്തത വരാനുണ്ട്. ബാക്കിയുള്ളവർക്ക് പരിക്കുകളാണ്. അതിൽ ഒരു സ്ത്രീ ഉൾപ്പെടുന്നുണ്ട്. ഇവർ പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പോലീസ്, ഫയർഫോഴ്സ് അടങ്ങുന്ന സംഘം സ്ഥലത്തുണ്ട്. MVD ഉണ്ട്. അതുപോലെ തന്നെ ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ളത് അപകടമാണ്. എന്താണ് അപകട കാരണം എന്നുള്ളതിനെ കുറിച്ച് പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇന്ന് പുലർച്ചെ അതിദാരുണമായ ഒരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. വിനീഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായത് എന്നുള്ളത് അതിൻ്റെ വ്യാപ്തി ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ ഥാർ ജീപ്പ് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. KSRTC ബസ്സിൻ്റെ ആകട്ടെ മുൻഭാഗം മുഴുവനും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. ഒരു കുടുംബത്തിലെ 3 പേരുടെ ജീവനാണ് ഇന്ന് രാവിലെ പൊലിഞ്ഞിരിക്കുന്നത്. തേവലക്കര സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇനിയും 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. നെൽ കർഷകർക്ക് ആശ്വാസമായി സംഭരണ വില നൽകി തുടങ്ങി. മെയ് 31 വരെ സംഭരിച്ച നെല്ലിന്റെ വിലയാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇതോടെ ഉത്രാടത്തിന് പ്രഖ്യാപിച്ച പട്ടിണി സമരത്തിൽ നിന്ന് പൊന്നാനിയിലെ കോൾ കർഷകർ പിന്മാറി. ഓണമായിട്ടും നെല്ലിന്റെ വില ലഭിക്കാത്തതിനെ തുടർന്ന് സമരത്തിനൊരുങ്ങുന്നത് ന്യൂസ് 18 ആണ് റിപ്പോർട്ട് ചെയ്തത്. നെൽകർഷകർക്ക് അല്പം ആശ്വസിക്കാം. ഓണം പട്ടിണിയിലാകില്ല. നെല്ല് സംഭരിച്ച വകയിലെ കുടിശ്ശിക ബാങ്കിൽ നിന്നും നൽകി തുടങ്ങി. ഇതോടെ മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പ്രതിഷേധങ്ങൾക്കുമാണ് താൽക്കാലികമായെങ്കിലും വിരാമമാകുന്നത്. കർഷകർക്ക് ഇന്നലെ മുതൽ ക്രെഡിറ്റ് കയറി തുടങ്ങിയിട്ടുണ്ട്. ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമരം എന്തായാലും ഒരു 90-95% ആളുകൾക്ക് ഇപ്പോൾ പൈസ എത്തി എന്ന നിലയ്ക്ക് നമ്മൾ വളരെ സന്തോഷപൂർവ്വം ചെയ്യാനല്ലല്ലോ നമ്മൾ സമരത്തിന് വരിക. അപ്പോൾ ഓണത്തിൻ്റെ ഒരു തലേദിവസം നിലയ്ക്ക് അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് പോകേണ്ട, ഇപ്പം ഇങ്ങനെ പൈസ വന്നുകൊണ്ടുള്ളൊരു പൊതുവെ തീരുമാനം വന്നിട്ടുണ്ട് ഇപ്പോൾ സംരക്ഷയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ സമരം മാറ്റിവെച്ചു. മാത്രമല്ല ഇതിൽ നന്നായി ഈ മാധ്യമങ്ങൾ അതെടുത്തു പറയണം. മാധ്യമങ്ങൾ കർഷകരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള കൃത്യമായി ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളൊന്നും വല്ലാതെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ സമരം ഏറ്റെടുക്കാൻ വന്നിട്ടില്ല. കോൾ സംരക്ഷണ സമിതി എന്ന് പറയുന്ന വിവിധ ഗ്രൂപ്പുകൾ എല്ലാവരും സംസ്ഥാനത്ത് മൊത്തം. പക്ഷെ അതിൻ്റെ കൂടെ മാധ്യമങ്ങൾ നമ്മളോടൊപ്പം നിന്നിട്ട് ഞങ്ങളുടെ ശബ്ദമായി മാറാൻ, പ്രത്യേകിച്ച് ന്യൂസ് 8 പോലുള്ള അടുത്ത് ചെയ്തിട്ടുള്ള വാർത്ത അതൊരു ചർച്ചയ്ക്ക് പോലും വെച്ചപ്പോൾ അത് കൃത്യമായി സർക്കാരുകളിലേക്ക് അറിയുകയും അതിൻ്റെ ഒരു ചലനം കൂടിയിട്ടാണ് സത്യത്തിൽ. പൊന്നാനി കോൾ മേഖലയിൽ നിന്നുമാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും അധികം നെല്ല് സപ്ലൈകോ സംഭരിച്ചിട്ടുള്ളത്. ആകെ സംഭരിച്ച 33,848 ടൺ നെല്ലിൽ 12,623 ടൺ നെല്ല് സംഭരിച്ചത് പൊന്നാനിയിൽ നിന്നാണ്. ഇവിടുത്തെ 2,958 കർഷകർക്ക് 18.51 കോടി രൂപയാണ് നെല്ല് നൽകിയ വകയിൽ ലഭിക്കാനുണ്ടായിരുന്നത്. അവരിൽ ഭൂരിഭാഗം പേർക്കും പണം ലഭിക്കും. ജൂൺ മാസത്തിൽ സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിന് ശേഷമാകും നൽകുക എന്നാണ് സൂചന. ഓണക്കാലം വലിയൊരു ആശങ്കകളില്ല. എന്തായാലും ഇപ്പോൾ നമുക്കൊരാളോട് ചോദിക്കാമല്ലോ, ആളുകൾ ഇത് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു കർഷകൻ തന്നാൽ പൈസ തന്നിരുന്നില്ല, ഇപ്പോൾ പൈസ വന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഒരു 1000, 500 അല്ലെങ്കിൽ 2000 കടം ചോദിച്ചാൽ തരുന്നൊരു മാനസികാവസ്ഥയിൽ തിരിച്ചു കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നേരത്തെ തന്നെ കൊടുക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ബാങ്ക് വഴി കുടിശ്ശികയുടെ രൂപത്തിലാണ് സംഭരണ വില നൽകുന്നത്. ഈ തുക ലഭ്യമാക്കാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഓണത്തിന് മുൻപ് എല്ലാ കർഷകർക്കും പണം ലഭിച്ചേനെ എന്ന വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഇപ്പോൾ നമ്മൾ ഇനി രാവിലെയിൽ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. തൃശൂർ പൊന്നൂക്കരയിലെ നവമിയുടെ 8ാം പിറന്നാളാണ് ഇന്ന്. നവമി മോൾക്ക് ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും, പിന്നെ അനിയത്തി നക്ഷത്രയും, അച്ചാച്ചനും അച്ഛമ്മയുമാണ്. അപ്പോൾ നവമി മോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. തൃശൂർ പൊന്നൂക്കരയിലെ ആദിത്യ ബസ് ഡ്രൈവർ പൊന്നുണ്ണിയുടെ ജന്മദിനമാണിത്. ആശംസകൾ അറിയിക്കുന്നത് ബസ്സിലെ ജീവനക്കാരും നാട്ടുകാരുമാണ്. അപ്പോൾ നാട്ടുകാരുടെ എല്ലാം കണ്ണിലുണ്ണിയാണ് ഈ പൊന്നുണ്ണി എന്നാണ് സുഹൃത്തുക്കളെല്ലാം പറയുന്നത്. അപ്പോൾ പൊന്നുണ്ണിക്ക് സുഹൃത്തുക്കളുടെ ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം തന്നെ ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. പോത്തൻകോട് തെറ്റിച്ചിറയിലെ വൈശാഖിന്റെ ജന്മദിനമാണിത്. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ അനീഷ്മയാണ്. അപ്പോൾ വൈശാഖിന് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബം അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഉത്രാടപ്പാച്ചിൽ തിരക്കിലായിരിക്കും നാളത്തെ തിരുവോണ ദിവസം അടിപൊളിയാക്കുവാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ തിരക്കൊക്കെ നടക്കട്ടെ. അതിനിടയിൽ ന്യൂസ് 18നോടൊപ്പം തുടരുക. ഒരുപാട് ഓണക്കാഴ്ചകളും വിശേഷങ്ങളും വാർത്തകളും ഒക്കെ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട് ന്യൂസ് 18ൽ. ഈ ഓണ ദിവസങ്ങളിലെല്ലാം ഇന്നും ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് ശേഷം കാണാൻ പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓണവിശേഷങ്ങളാണ്. കുട്ടിയും കുട്ടിയോളും കാണാം.